നമസ്കാരം. ജോസ് പ്രകാശ്, കൂൻപുര. ഇവിടെ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പാൽക്കോൺ കൃഷിയിൽ ഒന്നാം വിളവ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഹാർവെസ്റ്റിങ്ങും തേർഡ് ഹാർവെസ്റ്റിങ്ങും എങ്ങനെയായിരിക്കണം, അതിന് വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം എന്തൊക്കെ ചെയ്യണം. അതിലേറ്റവും പ്രധാനമായി പാൽക്കോണിന് കേസിംഗ് ഇടുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒന്നാം വിളവിന് മുമ്പ് മൈസീലിയം വളർന്നു വന്ന കൂൺ ബെഡുകളിൽ നാം കേസിംഗ് ഇട്ടു. ആ കേസിങ്ങിൻ്റെ വളർച്ച ആ കേസിങ്ങിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് വളർന്നു വന്ന കൂണുകളിൽ ഏറ്റവും വളർച്ച പൂർത്തീകരിച്ചതാണ് നാം ഇന്നിപ്പോൾ വിളവെടുത്തത്. ഇനി അതിൽ ചെറു കൂണുകൾ അവിടെയുണ്ട്. ആ കൂണുകൾക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാവും വിധം അതിൻ്റെ വളർച്ചയ്ക്ക് പോഷിച്ച ഒരു ഭോജനം എന്ന നിലയ്ക്ക് കേസിംഗ് വീണ്ടും അല്പം അവിടെ ഇടേണ്ടത് ആവശ്യമാണ്. ഈ കേസിംഗ് എന്ന് പറയുന്നത് സാധാരണ നാം ഒരു മണ്ണിടൽ മാത്രമല്ല. ഈ കേസിംഗ് തയ്യാറാക്കുന്നത് തന്നെ നമുക്ക് ഈ കൂണിൻ്റെ മേൽഭാഗത്ത് അതിൻ്റെ പരവതാനിയായി വിരിക്കുന്ന ഈ കേസിങ്ങിന് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈർപ്പം നിലനിർത്തി കൊടുക്കാനും അതിൻ്റെ മൈസീല്യത്തിന് ബ്രേക്ക് സംഭവിക്കാതെ അവിടെ മുകുളങ്ങൾ രൂപാന്തരപ്പെടുന്നതിനും അത് ഏറ്റവും മുകൾ ഭാഗത്ത് മാത്രം കുടയുടെ രൂപത്തിലേക്ക് ഉയർന്നു വരുന്നത് കൊണ്ട് അത് ആ മുകൾ പരപ്പിൽ മാത്രം നാം കേസിംഗ് ഇട്ട് ആ ടെൻഡൻസി അവിടെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കൂണുണ്ടാകാനുള്ള ഒരു ആ ടെൻഡൻസി അവിടെ നമ്മൾ ഉണ്ടാക്കുന്നു. അത്തരത്തിൽ ഉണ്ടാക്കുമ്പോൾ അവിടെ നന കൂടാൻ പാടില്ല, എന്നാൽ ആവശ്യത്തിന് നന വേണം. അത്തരത്തിൽ നനച്ച് വളർത്തി എടുത്ത് ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഹാർവെസ്റ്റ് ആ വിളവെടുപ്പ് സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി നാം വിളവെടുക്കുകയും അടുത്ത ചെറു കൂണുകൾക്ക് ഒരു ഡാമേജും വരാതെ നാം എടുത്ത സ്ഥലത്തുള്ള കുഴികളിൽ ഇനി നമുക്ക് അവിടെ വീണ്ടും നമുക്ക് കേസിംഗ് ഇടണം. അതെങ്ങനെയാണ് ഇടുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ അങ്ങോട്ട് കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ കേസിംഗ് ഇടുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം, അടുത്ത വളർച്ചയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന കൂണുകൾക്ക് അതിനാവശ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈർപ്പവും അതിനാവശ്യമായ പോഷകങ്ങളും ഈ കേസിങ്ങിൽ നിന്ന് അതിന് കിട്ടും. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറച്ച് ശുദ്ധവായു ലഭ്യമാക്കുന്നതിന് പുതിയ കേസിംഗ് സഹായകരമാണ്. അത് പൂർണ്ണമായും അടുത്ത വളർച്ചകൾക്ക്, അടുത്ത വിളവുകൾക്ക്, അടുത്ത മൂന്നാം വിളവിനും നാലാം വിളവിനുമൊക്കെ ആ മൈസീലിയം വളർച്ചയെ സഹായിക്കുന്നതിന്, അതിൻ്റെ പൂർണ്ണ വളർച്ചയോടുകൂടി തന്നെ അവൻ നിൽക്കുന്നതിന് സഹായകരമാണ്. അതുകൊണ്ട് തന്നെ ബെഡുകൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നല്ല കൃത്യതയോടുകൂടി കേസിംഗ് ഇട്ട് കൃത്യതയോടുകൂടി നന കൊടുത്ത ബെഡുകളിൽ മഞ്ഞ നിറമോ മറ്റ് നിറവ്യത്യാസങ്ങളോ കാണുന്നില്ല. ആ പുഷ്ടിച്ച ആ മൈസീലിയം അതേ കണക്ക് വെളുത്ത നിറത്തിൽ തന്നെ നിലനിന്ന് പോകുന്നതിനെ കാണാം. അങ്ങനെ നിൽക്കുന്ന ബെഡുകളാണ് നമുക്ക് സെക്കൻഡും തേർഡും ഹാർവെസ്റ്റ് കഴിഞ്ഞ ശേഷം നാലാമത്തെ വിളവിലേക്ക് നമുക്കൊരു ഫിൽറ്ററിങ് ആവശ്യമാണ്. അത്തരത്തിലും നല്ല ബെഡുകൾ എടുത്താണ് നമ്മൾ നാലാമത്തെ വിളവെടുപ്പിന് വേണ്ടി തയ്യാറാക്കണം. അവിടെ നാലാമത്തെ വിളവെടുപ്പിൽ എത്തരത്തിലായിരിക്കണം, അതെങ്ങനെയായിരിക്കണം പരിചരിക്കാനെന്നുള്ളത് ഇതുവരെ ചെയ്ത രീതിയിലായിരിക്കില്ല. അത് നമുക്കൊരു വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ ആരോഗ്യമുള്ള ബെഡുകളെ മാറ്റി നിർത്തി നമുക്ക് എങ്ങനെയാണ് വിളവെടുക്കുന്നതെന്ന് അടുത്ത വീഡിയോയിലൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് ഇന്ന് ഈ 2ഉം 3ഉം വിളവ് എങ്ങനെ നമുക്ക് കൂടുതലായിട്ടെടുത്ത് ആ കൃഷിയിൽ ഏറ്റവും ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും ലാഭകരമായ രീതിയിൽ കൂൺ കൃഷിയെ കൊണ്ടുവരാനും അതിൽ നിന്ന് 1.25 കിലോയോളം ഒരു ബെഡിൽ നിന്ന് കൂണ് കിട്ടുന്ന നിലയ്ക്ക് എങ്ങനെ നമുക്ക് എത്തിക്കാം, അതിലൂടെ കർഷകന് ആ വരുമാനം വർദ്ധിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പാൽക്കോൺ കൃഷിയിൽ സെക്കൻഡ് ഹാർവെസ്റ്റിംഗ് എങ്ങനെയായിരിക്കണം. സെക്കൻഡ് ഹാർവെസ്റ്റിങ്ങിൽ അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് നാം എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് മുതൽ ശ്രദ്ധയോടുകൂടി നമ്മൾ പരിചരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാർവെസ്റ്റിങ്ങിലേക്ക് നമുക്ക് വിളവ് വർദ്ധിപ്പിക്കണമെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. അത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരും. ഇതിനകത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ പാൽക്കോൺ കൃഷി ചെയ്ത് ആദ്യ വിളവെടുപ്പ് നാം മനസ്സിലാക്കി. അങ്ങനെ വിളവെടുക്കുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് ഒരേ അളവിൽ ഒരേ വലിപ്പത്തിലുള്ള കൂണുകളായിരിക്കില്ല ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് ഡേയിൽ നമുക്കുണ്ടാവുക. ചെറു കൂണുകൾ, വിവിധ വലിപ്പത്തിലുള്ള കൂണുകൾ ഒക്കെ തന്നെ ആ കൂണുകളിൽ ബെഡിലുണ്ടാവും. അപ്പോൾ നമ്മളതിൽ ഏറ്റവും വളർച്ച പൂർത്തീകരിച്ച കൂണുകളെയാണ് വിളവെടുക്കുന്നത്. അവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി
അതിനടുത്തിരിക്കുന്ന ചെറു കൂണുകൾക്ക് ഡാമേജ് വരാത്ത രീതിയിലാണ് നമ്മൾ വിളവെടുക്കേണ്ടത്. അത് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ കണ്ടതാണ്. ആ ഡാമേജ് വരാതെ വളരെ സൂക്ഷ്മമായി അതിനകത്തുള്ള മൈസീലിയത്തിന് ക്ഷതം സംഭവിക്കാതെ നമ്മളവിടെ വിളവെടുക്കണം. അപ്പോൾ മൈസീലിയത്തിന് ക്ഷതം സംഭവിക്കാൻ പാടില്ല, ചെറു കൂണുകൾക്ക് ഡാമേജ് വരാൻ പാടില്ല. അത്തരത്തിൽ ശ്രദ്ധയോടുകൂടി നാം ഫസ്റ്റ് വിളവെടുത്തു. അങ്ങനെ വിളവെടുത്ത് കഴിഞ്ഞിട്ട് ആ വിളവെടുക്കുന്ന സ്ഥലത്ത് നമുക്ക് ആ ചെറു കൂണുകളെ നമുക്ക് അടുത്ത് പരിചരിച്ച് അത് വളർത്തിയെടുക്കണം. അത് നമ്മളുടെ സെക്കൻഡ് വിളവുകളിലേക്ക് അതിൻ്റെ വിളവെടുപ്പിലേക്ക് എത്തിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ ഫസ്റ്റ് ഹാർവെസ്റ്റിങ്ങിൽ നമുക്ക് കിട്ടിയ കൂണുകളെക്കാൾ കൂടുതൽ സെക്കൻഡ് ഹാർവെസ്റ്റിൽ ചില ബെഡുകളിൽ കിട്ടും. കാരണം ഒന്നിൽ കൂടുതൽ കൂണുകൾ ചെറു കൂണുകളായിട്ട് കൂടുതൽ കൂണുകൾ ഉണ്ടാവും. അത്തരം കൂണുകളെ നമുക്ക് സെക്കൻഡ് വിളവുകളിലേക്കാണ് നമ്മൾ വിളവെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെക്കൻഡ് ഹാർവെസ്റ്റായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ സെക്കൻഡ് ഹാർവെസ്റ്റിങ്ങിലേക്ക് വിളവെടുക്കാൻ വേണ്ടി നമ്മൾ പരിചരിക്കുമ്പോൾ അവിടെ നാം വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറു നന കൊടുക്കണം. അങ്ങനെ അവിടെ നന കൊടുക്കുമ്പോൾ നനയ്ക്ക് മുന്നേ അവിടെ നാം വിളവെടുത്ത് മാറ്റിയ ആ വലിയ കൂണുകൾ വിളവെടുത്ത സ്ഥലത്തുള്ള മൈസീലിയം മാറി അവിടെ ചില സ്ഥലത്ത് നമ്മുടെ കേസിങ് ഇട്ട സ്ഥലം നമുക്ക് അവിടെ കുഴി ഭാഗങ്ങളായി കാണാൻ പറ്റും. അവിടെയുള്ള ആ കുഴികൾ നമുക്ക് വീണ്ടും ആ മൈസീലിയം മൂടിക്കൊടുക്കുന്ന അളവിൽ നമുക്കവിടെ ആ കുഴികളെ കേസിങ് കൊണ്ട് അവിടെ ചെറുതായിട്ട് കേസിങ് ഇട്ട് അവിടെ വീണ്ടും നമുക്ക് അവിടെ ഒരു നിരപ്പ് വരുത്തണം. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കൂണുകൾ വിളവെടുത്തപ്പോൾ അവിടെ വേസ്റ്റ് നിൽക്കുകയാണെങ്കിൽ ആ കൂണിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ അവിടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആ കൂണിന് ആ വിളവെടുത്ത് അവിടെ ക്ലീൻ ചെയ്ത് അത്തരം ആ ഭാഗങ്ങളെ നമ്മൾ പുറത്ത് കളയണം. അത് കൂൺപുരയ്ക്കകത്ത് വെച്ച് ക്ലീൻ ചെയ്യരുത്. ബെഡുകൾ അത്തരത്തിലുണ്ട് എങ്കിൽ അതെടുത്ത് കൂൺപുരയ്ക്കകത്ത് തന്നെ ക്ലീനിങ് ചെയ്ത ആ ഭാഗം ഇടരുത്. അത് വേറൊരു ഡസ്റ്റ്ബിന്നിലേക്ക് മാറ്റി അത് കൃത്യമായി ആ വേസ്റ്റ് നിങ്ങൾ പുറത്തേക്ക് മാറ്റി കളയണം. അല്ലെങ്കിൽ കൂൺപുരയ്ക്കകത്ത് അത് കിടന്ന് അഴുകി വീണ്ടും അവിടെ കീടങ്ങളുടെയൊക്കെ ഉപദ്രവം കൂടാം. അതുകൊണ്ട് വളരെ ശുചിത്വത്തോടു കൂടി ആയിരിക്കണം ചെയ്യേണ്ടത്. വിളവെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം അതിൻ്റെ ക്ലീനിങ് ഒന്നും ഒരിക്കലും കൂൺപുരയ്ക്കകത്ത് വെച്ച് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ ആ കൂണ് നമ്മൾ പുറത്തേക്ക് മാറ്റി അതിന് ആ ബെഡുകളിലേക്ക് നമുക്ക് അടുത്ത് മുകുളങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ആ കുഴികളിലൊക്കെ നമ്മൾ ചെറിയ കേസിങ് നമ്മളവിടെ ഇട്ട് കൊടുത്തു. അങ്ങനെ കേസിങ് ഇട്ടതിന് ശേഷം നമ്മളവിടെ ചെറു നനകൾ കൊടുത്തു. ആ നന കൊടുത്ത് ഇനി അടുത്ത് 1-2 ദിവസത്തേക്ക് ചിലപ്പോൾ നമുക്ക് നന വേണ്ടി വരില്ല. ആ കേസിങ് മിക്സർ ആ മേലിലുള്ള ഭാഗം മാത്രം ഉണങ്ങുമ്പോൾ മാത്രമേ നമ്മൾ ഇനി തുടർന്ന് നനയ്ക്കേണ്ടതായുള്ളൂ. നനയ്ക്കുന്നത് വളരെ കുറഞ്ഞ അളവിലായിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ മൈസീലിയത്തിന് അകത്തേക്ക് ഈ വെള്ളം പോയി കെട്ടുനിന്ന് അതവിടെ ഡാമേജ് ഉണ്ടാക്കും. അത് നമ്മളെ വിളവിന് മൈസീലിയം അടുത്ത കൂണുണ്ടാക്കുന്നതിന് തടസ്സം നിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്, നാം അതിനകത്ത് നനവ് കൂടുതലാണെങ്കിൽ ആ ചെറു കൂണുകളുടെ വളർച്ച മുരടിക്കും. വെള്ളം കൊടുത്ത് കൂണിനെ കൂടുതൽ വളർത്തിയെടുക്കാൻ പറ്റില്ല. കൂണ് ചെറു കൂണുകളായതിനു ശേഷം ആ കൂണുകളിൽ കൂടുതൽ വെള്ളം നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ അത് ഒരു മഞ്ഞ നിറം കാണിക്കുകയും വളർച്ച മുരടിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ വെയ്റ്റ്ലെസ് ആവും, സൈസ് കുറയും, അതിൻ്റെ ക്ലാരിറ്റി മോശമാവും, കാഴ്ചയ്ക്ക് നിറം മോശമാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ചെറിയ നന കൊടുത്ത് നമ്മൾ കേസിങ്ങൊക്കെ ഇട്ട് ചെറു നന കൊടുത്ത് അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും വേണ്ടി വരില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും അടുത്ത സെക്കൻഡ് ഹാർവെസ്റ്റിന് മുന്നേ നന വേണ്ടി. നല്ല ഉണക്കുണ്ടെങ്കിൽ ആ കേസിങ് മിക്സറൊക്കെ നന്നായിട്ട് ഉണങ്ങിയെങ്കിൽ നമുക്കൊരു ചെറു നന കൂടെ കൊടുക്കാം. അങ്ങനെ നനച്ച് അത് വിളവെടുക്കാൻ പാകത്തിന് രണ്ടാം വിളവെടുക്കുമ്പോൾ ഒരു പക്ഷേ രണ്ടാം വിളവിലും നമുക്ക് മൊത്തം കൂണുകളും ചെറു കൂണുകളും എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവിടെയും നമുക്ക് ചിലപ്പോൾ 1-2 കൂണുകൾ നമുക്ക് ആ ബെഡിൽ നിർത്തി കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ നിർത്തിക്കൊണ്ടു പോകുമ്പോൾ അതിനെയും അടുത്ത വിളവെടുപ്പും വളരെ ശ്രദ്ധയോടുകൂടി വിളവെടുക്കണം. ആ വിളവെടുപ്പിൽ ഈ പറഞ്ഞ തൊട്ടടുത്ത ചെറു കൂണുകൾക്ക് ഡാമേജ് വരാതെ, തൊട്ടടുത്ത മൈസീലിയത്തിന് ഡാമേജ് വരാതെ വളരെ ശ്രദ്ധയോടുകൂടി വലത് സൈഡിലേക്ക് കൈകൊണ്ട്, ശുദ്ധമായ കൈകൊണ്ട്, വളരെ ശുചിത്വമുള്ള കൈകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് കറക്കി എടുക്കണം. അങ്ങനെ കറക്കി എടുക്കുമ്പോൾ അതിനകത്ത് ആ കൂണ് മാത്രം
അവിടെ നിന്ന് അത് ഇളകി വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇളക്കിയെടുക്കണം. അവിടെയും വേണമെങ്കിൽ നമുക്കൊരല്പം കേസിങ് ഇട്ട് കൊടുക്കാം, ഒരു ചെറുനന കൊടുക്കാം. ആ നിൽക്കുന്ന കൂണുകളൊക്കെ തന്നെ ആ ചെറു കൂണുകളും കൂടി നമുക്ക് അടുത്ത 2-3 ദിവസത്തിനകത്ത് വിളവെടുത്ത് നമുക്കതിന് വേണമെങ്കിൽ അതിന് സെക്കൻഡ് ഹാർവസ്റ്റിൻ്റെ കൂടെ നമുക്ക് കൂട്ടാം. ഇല്ല അതിന് നമുക്കൊരു തേർഡ് ഹാർവസ്റ്റായിട്ട്, കാരണം ഒത്തിരി വലിയ ഷെഡുകളിൽ ഒത്തിരി ബെഡുകൾ നിൽക്കുമ്പോൾ ഈ ചെറു കൂണുകൾ 3-ാം വിളവെടുക്കുമ്പോഴും നമുക്ക് 100 കണക്കായ ബെഡുകളിൽ നിന്ന് നമ്മൾ വിളവെടുക്കുമ്പോഴും അപ്പോഴും 10-15 കിലോ കൂണോളം വരും. അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിളവായി തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എണ്ണം കുറച്ച് കൂണുകളെ വരുള്ളൂ. നമുക്ക് അതിനെ വേണമെങ്കിൽ 1-ാം വിളവും 2-ാം വിളവും എന്നൊക്കെ നമുക്ക് കണക്കിൽ കൂട്ടാം. അല്ല നന്നായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വലിയ ഫാമുകളിൽ ചെയ്യുന്നവർക്ക് ഈ 1-2 കൂണുകൾ പോലും ഒരു ബെഡിൽ നിന്ന് കിട്ടിയാൽ 100 കണക്ക് ബെഡുകളുള്ള ഒരു കൂൺപുരയിലെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവനത് കിലോ കണക്ക് കൂണുകളായി മാറും. അതൊരു വലിയ ഒരു വരുമാനമായി മാറും. അങ്ങനെ നമുക്ക് കൂടുതൽ വിളവുകൾ നമുക്ക് കിട്ടുമ്പോൾ അതിന് നമുക്ക് തേർഡ് ഹാർവസ്റ്റായിട്ട് നമുക്ക് പറയാം, 3-ാം വിളവായിട്ട് പറയാം. ഇനിയും കൂൺ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം 4-ാം വിളവും അതേ ബെഡിൽ നിന്ന് കിട്ടുന്ന മാർഗങ്ങളുണ്ട്. അതും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. 4-ാമതും ഒരു കൂൺ ബെഡിൽ നിന്ന്, ഒറ്റ ബെഡിൽ നിന്ന് 4-ാമത്തെ വിളവ് നമുക്ക് എങ്ങനെ സാധ്യമാക്കാം, അതിനും നമുക്ക് ചില മാർഗങ്ങളുണ്ട്. ആ മാർഗത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അതുവരെ ആ വീഡിയോകളും നിങ്ങൾ തുടർന്നുള്ള വീഡിയോകളും ഒക്കെ തന്നെ കാണുക. നന്ദി, നമസ്കാരം.